ഹലോ ഫ്രണ്ട്സ്, റിലീസ് സ്വൈപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബോച്ചെ ടീ ഷോപ്പ് ഉദ്ഘാടനമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലേക്ക് നമുക്ക് എൻ്റെ പുതിയ വീഡിയോകളുമായി നോട്ടിഫിക്കേഷൻ
യാത്രയ്ക്ക് സപ്പോർട്ടായിട്ട് അവരുടെ അപ്പച്ചനും മാമശ്ശേരി അല്ലേ തോമസും മാഡവും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കുടുംബത്തെ ഏറ്റവും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അവരുടെ അപ്പാപ്പൻ ജോസേട്ടന്റെ അനുമ ചെട്ടിയാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എനിവേ സന്തോഷം. ഒപ്പം നമുക്കിവിടെ ഫാദർ ലിജോ ചിറ്റപ്പള്ളി നമ്മുടെ വികാരീശ്വരാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ലിജോ സാറിന്റെ സന്തോഷം. ഒപ്പം നമ്മുടെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് PK പ്രസാദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രസാദ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അനുപേട്ടൻ എത്തിയിട്ടില്ല. ഓക്കെ ഫൈൻ. വാർഡ് മെമ്പർ അടിപൊളി പേര് ഈ ടങ് ട്വിസ്റ്ററൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടുത്തെ വാർഡ് മെമ്പർ അങ്ങനൊരു പെടല് ഞാൻ പെടാൻ കേട്ടോ. അപ്പോ പുഷ്പാകരൻ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി ഇവിടെ നമ്മുടെ വാർഡ് മെമ്പറുടെ പറയുന്നത് സ്ഥലം നമുക്കറിയാലോ. അപ്പൊ ഓക്കെ. പിന്നെയുള്ളത് നമ്മുടെ നെടുമ്പാൽ വാർഡ് മെമ്പറാണ്. അദ്ദേഹം എന്തോ അത്യാവശ്യത്തിന് വേണ്ടി പോയി എന്നറിഞ്ഞു. അപ്പൊ അത് എല്ലാവരെയും അവരുടെ സാന്നിധ്യത്തിലും അവരെയൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് വരാനുള്ളത് നമ്മുടെ കോച്ചയാണ്. കോച്ച ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പം എന്താ പറയുക, അപ്പൊ അദ്ദേഹം വരുന്നവരെ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഇവർക്കൊക്കെ എന്താ പറയാനുള്ളതെന്നൊക്കെ നമുക്ക് കേൾക്കാം. ആദ്യത്തിന് തുടക്കം കുറിക്കാനായിട്ട് നമ്മളോട് ഇരിക്കുക. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഇവരോടുകൂടി ഉണ്ടായിരിക്കണം. രണ്ട് മക്കൾ ആദ്യമായിട്ടൊരു ചുവടുവെപ്പ് ബിസിനസ് രംഗത്തിലേക്ക് വെക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇവരോടുകൂടി ഉണ്ടായിരിക്കണം. ഇവരുടെ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് നമുക്ക് പ്രസാദൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ബഹുമാനായ നാട്ടുകാരെ, ഈ സംരംഭം ഇവിടെ തുടങ്ങുന്ന എന്റെ ബാങ്കിലെ സ്റ്റാഫ് കൂടിയായ മോളിയുടെ 2 മക്കൾ റിട്ടൺ LLB കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റവനും നന്നായി പഠിക്കും. അവര് 2 പേര് ചെറുപ്പക്കാരും കൂടി പുതിയ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അത് നന്നായി പോകണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആശംസ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ എല്ലാവിധ വിജയത്തിനും വേണ്ടി പൂർണ്ണ സഹായം ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ നമസ്കാരത്തിലേക്ക്. സ്നേഹം നിറഞ്ഞ നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ കരപ്പള്ളിയിലെ ലിജോച്ച, അതുപോലെ തന്നെ പ്രസാദേട്ടൻ, നമ്മുടെ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരേട്ടൻ, ഇതിന്റെ മറ്റു കോർഡിനേറ്റർമാർ, ഏറ്റവും സ്നേഹനിധിയായ മോളിൻ തോമസ്, ഇവിടെ ഏറ്റവും നന്നായി തന്നെ അതിലും ഉജ്ജ്വലവും കൂടി ഇവിടെ ആരംഭിക്കുന്ന ഈ സംരംഭം വളരെ നന്നായി വിജയിക്കാനായിട്ട് നമുക്ക് ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ഒപ്പം നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവര് ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം വൻ വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ എല്ലാവരുടെയും സഹകരണം അവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഇതിൽ പങ്കാളികളാകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ബോബി ചെറുകളുടെ മനോഹരമായ വിഷനാണ് സാധാരണകളിലേക്ക് ഒരുപാട് ഇങ്ങനെ എത്തിക്കാൻ നോക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷൻ, ഒരു വിഷനെ ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരു പാഷനാണ്. തോമസ് ഒരുപാട് കാലത്ത് അറിയാൻ പറ്റിയ ശിഷ്യനാണ്. ഇവരുടെ ശിഷ്യന്മാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന് പ്രോഗ്രാമുണ്ട്, സാറ് വരണം, എന്തായാലും വേണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. വിഷനുള്ള ലീഡേഴ്സാണ് ഒരു ഗ്രാമത്തിന്റെ അസറ്റ്. ഗാന്ധിജി പറഞ്ഞോളോ, ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമീണ വസ്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റാണ് നമ്മുടെ ചെറിയ ഡെവലപ്മെന്റ്. അത് കണ്ടുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ ഏരിയയിലുള്ള ആൾക്കാർക്ക് സേവനങ്ങൾ നൽകാനുള്ള ഒരു മനസ്സിനാണ് ഇത് തോമസിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതൊരു പുതിയ തുടക്കം മാത്രമാണ്. നമുക്കറിയാം, ഞങ്ങൾക്ക് പറയാനുണ്ട്, ബിസിനസ് എന്ന് പറഞ്ഞ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് പറയുന്നത് എൻലൈറ്റൻ ഓൺടർപ്രണേഴ്സിനാണ് എന്ന് പറയാൻ സമൂഹത്തെ സ്നേഹിക്കുന്ന,
സമൂഹത്തെ സേവിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ ബിസിനസ്സായി മാറുമ്പോഴാണ് നമ്മുടെ സമൂഹം വളരുന്നത്. അങ്ങനെയുള്ളത് എൻലൈറ്റഡ് എന്റർപ്രണർ ആവാൻ തോമസ് കഴിയട്ടെ. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമായിരിക്കണം. അങ്ങനെ ഒരു പുതിയ മാറ്റത്തിലൂടെ, പുതിയ ചിന്തയിലൂടെ, പുതിയ ആവേശത്തിലൂടെ ഒരു പുതിയ ഗ്രാമം മാറട്ടെ. ഇവിടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാലം തോമസ് ചെയ്യാൻ സാധിക്കും. എനിക്കറിയാം. ബോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ വിഷയമായിട്ട് അറിയിരിക്കുന്ന ഒരു ബ്രാൻഡ് അംബാസഡർ മാറിക്കൊണ്ടിരിക്കുക. ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ, ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. ആ വ്യക്തിയുടെ ആവേശം കൊണ്ടുകൊണ്ടാണ് തോമസ് ഒരു പുതിയ മാറ്റം വരുന്നെങ്കിൽ അത് വിജയിക്കുന്ന ഉറപ്പമാണ്. ഐ എം ഷുവർ ഹി വിൽ മേക്ക് എ ന്യൂ ചേഞ്ച് ഹിയർ. താങ്ക് യു സോ മച്ച് തോമസ്. ബി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ വണ്ടർഫുൾ വെഞ്ചർ. താങ്ക് യു സോ മച്ച്. ലക്കി ഡ്രോ ടി എന്ന് പറയുന്നത്, അപ്പൊ അതിന്റെ പ്രോഗ്രാമുകൾ നടക്കാൻ തുടങ്ങിയിട്ട് 1-2 മാസങ്ങളായി. അപ്പൊ ആ സമയത്താണ് തൃശ്ശൂർ ജില്ലയുടെ, എറണാകുളം ജില്ലയുടെ ഒരു സൂപ്പർ സ്റ്റോക്കീസ്റ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ആവുന്നത്. ആക്ച്വലി ഇതിന് ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത് എന്റെ 2 മക്കളാണ്, ഉജ്ജൽ ആൻഡ് അതുൽ. UA അസോസിയേറ്റ് എന്ന് പറയുന്നത് അവരാണ്, ഞാനല്ല. നമ്മളിതിന്റെ അണിയറയിലേ ഉള്ളൂ. അപ്പൊ അവര് ഇങ്ങനൊരു ആഗ്രഹം എന്നോട് പറഞ്ഞ സമയത്ത് സാറായിട്ട് സംസാരിച്ചപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നു. അതിനേക്കാളുപരി എനിക്ക് എന്താ പറയാ നന്ദിയാണ് കൂടുതൽ പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ നെടുമ്പാട് ഞാൻ ശരിക്കും ഒരു എന്താ പറയാ പിച്ച വയ്ക്കുന്ന ഒരു സമയം, അതായത് പഠനം കഴിഞ്ഞ സമയത്ത് അപ്പൊ നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന് നെടുമ്പാടുകാരോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? കേൾക്കണോ? നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി ബോച്ചയ്ക്ക്. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ ഈ ഞായറാഴ്ച എല്ലാവരും വീട്ടില് ഇരിക്കുന്ന സമയമാണ്. കാരണം എന്റെ സമയം എന്റെ കയ്യിലല്ല. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പലരും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നിട്ടുണ്ടാവും. പല ആവശ്യം, ഫോട്ടോ എടുക്കാൻ, സഹായം, അങ്ങനെ. പിന്നെ വഴിയിൽ നിന്ന് കൈ കാണിച്ച് അപ്പോഴും നിർത്തും. അപ്പൊ നമ്മളൊന്നും നോന്ന് പറയാത്തോണ്ട് ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് എത്തിപ്പെടാൻ ചിലപ്പോ പറ്റാറില്ല. അതുകൊണ്ട് ഇത്രയും നേരം വെയിലത്ത്, മഴയായിരുന്നിപ്പോ വെയിലാണ്. നല്ലതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഐശ്വര്യം കാണുന്നത്. ഒരു ഫംഗ്ഷൻ വരുമ്പോ കാലാവസ്ഥ വരെ മാറി നിൽക്കുക കറക്റ്റ് ആയിട്ട്. അതാണ് കാലാവസ്ഥ എന്ന് പറഞ്ഞപ്പോ ഓർമ്മ. ഇന്നലെ വരെ അവിടെയായിരുന്നു, വയനാട്ടിലായിരുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എന്തായാലും ഓക്കെ ചോദിച്ചേട്ടാ. ഓക്കെ. അപ്പോ ലോട്ടറി വിൽപ്പനയാണെന്ന് പറഞ്ഞു ചേട്ടൻ. ഇപ്പൊ എല്ലാവരും ലോട്ടറിയുടെ കൂടെ ചായപ്പൊടി കൂടെ വെക്കുക. ഇരട്ടി വരുമാനമാണ് ഇപ്പോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത അറിയാലോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പറയേണ്ട കാര്യം. 25 കോടി ബമ്പർ പ്രൈസ്,
ദിവസേന ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസ് 10 ലക്ഷം. ഇപ്പൊ ചില ദിവസം 10 ലക്ഷം, ചില ദിവസം കാറ്, ചില ദിവസം ബൈക്ക്, ഫ്ലാറ്റ്, ഇങ്ങനെ ദിവസേന നിരവധി സമ്മാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് ആരൊക്കെയാണെന്ന് അറിയാൻ, ആരൊക്കെ ഇന്നത്തെ ലക്ഷാധിപതികള് രാത്രി 10:30 സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിശിഷ്ട വ്യക്തികളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. സോ വിളക്ക് തെളിയിക്കാനായി വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സ്വന്തം ബോച്ചയെയും സ്വാഗതം ചെയ്യുന്നു.